പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വേഗപ്പെടുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമക്കളെ, നാം ക്രിസ്ത്യാനികൾ അല്ലേ? ക്രിസ്തുവിൻ്റെ അനുകാരികളാകുമ്പോൾ നാം ഒക്കെ ജീവിക്കുന്ന ജീവിതത്തിൽ നമുക്കൊരു ആഗ്രഹം കാണണം. എന്തിനാണെന്നറിയാമോ? ടു ഹെൽപ്പ് ആൻഡ് സെർവ് അതേഴ്സ്. മറ്റുള്ളവരെ നമ്മുടെ മുമ്പിൽ ഒന്ന് നിർത്തുവാൻ. അതായത് ആക്ച്വലി അതൊരു സാക്രിഫൈസാണ്. നമ്മുടെ ചില ഡിസയേഴ്സൊക്കെ അതിനു വേണ്ടി ത്യജിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. എളുപ്പമുള്ള കാര്യമേ അല്ല. എന്നാൽ നാം തുടർമാനമായി നമ്മെ തന്നെ ഓർത്ത് നമ്മുടെ കാര്യങ്ങൾ മാത്രം ഓർത്ത് സെൽഫിഷായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ അവസാനിക്കാത്ത വേദനയും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. ഞാൻ ഒരു വാക്യം ഇന്നത്തെ അല്പചിന്തയ്ക്കായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്ന റോമാലേഖനം 12-ാം അധ്യായം 21-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 21. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. പ്രൈസ് ദ ലോർഡ്. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ശത്രു നമ്മെ കാണുമ്പോൾ ശത്രുവിന് തന്നെ മനസ്സിലാവും നാം നമ്മെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന്. അങ്ങനെ നാം ചിന്തിക്കാൻ തുടങ്ങിയാൽ ഉറപ്പായി ഞാനൊരു കാര്യം പറയട്ടെ, ഹി വിൽ യൂസ് ഇറ്റ് ടു ഹിസ് അഡ്വാൻറ്റേജ്. നമ്മളെ പിശാച് മുതലെടുക്കും. ശത്രുവായവൻ പലപ്പോഴും നമ്മുടെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളും ഒന്നുമല്ല നമ്മെ അറ്റാക്ക് ചെയ്യുവാൻ തക്കവണ്ണം ഉപയോഗിക്കുന്നത്. നാം ഏത് വിധത്തിലാണ് ചിന്തിക്കുന്നത്, ആ ചിന്തയാണ് ശത്രുവിന് നമ്മിലേക്ക് കടക്കുവാനുള്ള ഒരു വാതിൽ തുറന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് നാം സെൽഫിഷായി തീരുവോ? പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങുമോ? മറ്റുള്ളവരോട് ദേഷ്യം ഹൃദയത്തിൽ വെച്ചു പുലർത്തുകയോ ഒക്കെ ചെയ്താൽ അത് നമ്മുടെ വേ ഓഫ് തിങ്കിങ്ങിനെ വളരെയധികം അഫക്റ്റ് ചെയ്യും. ഞാനിപ്പോൾ കുറിവാക്യമായിട്ടെടുത്ത ആ റോമാലേഖനം 12-21 പറയുന്നത്, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കാനാണ്. തിന്മയെ ഓവർകം ചെയ്യണമെന്നല്ല പറയുന്നത്, വെറുതെ അങ്ങനെ പറഞ്ഞിരിക്കാനുമല്ല പറയുന്നത്. പക്ഷേ നന്മ ചെയ്തുകൊണ്ട് തിന്മയെ ഓവർകം ചെയ്യാനായിട്ട്. ഇറ്റ് ഈസ് സിംപ്ലി ടെല്ലിങ് അസ് ടു ഗീവ് ബാക്ക്. ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ നാം ഒരു ഹെൽപ്പിംഗ് ഹാൻഡായി തീരുവാൻ പറ്റുമോ? നമ്മുടെ കമ്മ്യൂണിറ്റിയെ സെർവ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? നമ്മുടെ ചേർച്ചിനെ സെർവ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? ചിലരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായിരിക്കാൻ തക്കവണ്ണം കുഞ്ഞെ നിനക്ക് പറ്റുമോ? നീ അറിയത്തില്ല, നിൻ്റെ വാക്കുകളും നിൻ്റെ പ്രവൃത്തികളും മറ്റു ചിലരെ ആശ്വസിപ്പിക്കുന്നതായി തീരുന്നുണ്ട്. നീ അതറിയത്തില്ല. പ്രൈസ് ഗോഡ്. സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ, ദയയുടെ പ്രവൃത്തികൾ, ഔദാര്യത്തിൻ്റെ പ്രവൃത്തികൾ, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതം നന്മയുടെ ഒരു ജീവിതമായി തീരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒന്നോർത്ത് നോക്കിക്കേ, അവസാനമായി ഒരു ഉപകാരം അല്ലെങ്കിൽ നന്മയുടെ ഒരു പ്രവൃത്തി ചെയ്തത് എന്ന് ആണെന്ന്. അത് ഓർക്കാൻ പറ്റിയാൽ ഓർക്കണം, അങ്ങനെ ചെയ്തത് നിൻ്റെ ജീവിതത്തിൽ ഒരു സംതൃപ്തി കൊണ്ടുവന്നില്ലേ? പ്രൈസ് ഗോഡ്. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ നിമിഷം തുടങ്ങി ഞാൻ മറ്റുള്ളവരെ സെർവ് ചെയ്യാനും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് നിൻ്റെ നന്മയെ സ്പ്രെഡ് ചെയ്യുവാനും ഞാൻ ശ്രമിക്കുമെന്ന്. എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരെക്കുറിച്ചൊന്ന് ചിന്തിപ്പാൻ കർത്താവേ എനിക്ക് സമയം തരണമേ. പ്രാർത്ഥിക്കാമോ? നമ്മുടെ ഹൃദയം ദയ കൊണ്ട് നിറയട്ടെ, സ്നേഹം കൊണ്ട് നിറയട്ടെ, പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് നിറയട്ടെ. നാം ഔദാര്യമാനസരായിട്ട് തീരട്ടെ. ദൈവത്തോട് പറ, ഹെൽപ്പ് മീ ലീവ് ഫോർ ദ ഗുഡ് ഓഫ് അതേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് മൈസെൽഫ്. നമ്മുടെ ആഗ്രഹമെങ്കിലും കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് തീർച്ചയായിട്ടും നമുക്ക് അത് ചെയ്ത് തരും. സങ്കീർത്തനം 61 അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാമേ. സാം 61 വേഴ്സസ് 1-4. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ.
എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. ഞാൻ നിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. നിൻ്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഫീലിങ്സൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഫീലിങ്സ് ദൈവം മനസ്സിലാക്കുക മാത്രമല്ല, നമ്മുടെ വേദനയെ അവൻ ശ്രദ്ധിക്കും. നമ്മൾ ദൈവത്തോട് ഒരു വാക്ക് പറയണമെന്നില്ല. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നാം എന്താണ് ഫീൽ ചെയ്യുന്നത്, ഏത് സമയത്താണെങ്കിലും അത് നമ്മുടെ ദൈവത്തിന് മനസ്സിലാക്കും. മറ്റാരേക്കാളും നമ്മളെ കൂടുതൽ മനസ്സിലാക്കുന്ന നമ്മുടെ ദൈവമാണ്. സങ്കീർത്തനം 61 നാം കാണുന്നത് ദാവീദിൻ്റെ ഒരു കരച്ചിലാണ്. ഒത്തിരി ദാവീദ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നഷ്ടപ്പെട്ടവനെ പോലെ താൻ ആയിത്തീർന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ദാവീദിൻ്റെ ഒരു കരച്ചിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ സമാധാനവും കംഫർട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവം അവൻ്റെ പാറയാണെന്ന് അവന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ ദാവീദിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ, ഇരുണ്ട വിഷയങ്ങൾ വരുമ്പോൾ ദൈവത്തോട് ഒന്ന് കരയാൻ പറ്റുമോ? നമ്മുടെ ഹൃദയവും നമ്മുടെ ചിന്താമണ്ഡലവും എല്ലാം ശ്വാസം മുട്ടി തിങ്ങി നിറയുമ്പോൾ, നീറിയിരിക്കുമ്പോൾ ദൈവത്തോട് നാം കരഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി തരും, നമുക്കൊരു കംഫർട്ട് തരും, നമുക്കൊരു സെൻസ് ഓഫ് സേഫ്റ്റി. ഞാനൊരു സുരക്ഷിതത്വത്തിൽ തന്നെയായിരിക്കുന്നത് എന്ന് കർത്താവ് നമുക്ക് മനസ്സിലാക്കി തരും. പ്രൈസ് ദ ലോർഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, ഇനിയും ഇരുട്ട് മാറത്തില്ലെന്ന്. പക്ഷേ കാർമേഘത്തിൻ്റെ ഉള്ളിലും മിന്നുന്ന സൂര്യശോഭ പോലെ കർത്താവ് തൻ്റെ വെളിച്ചം നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടില്ലേ? നമ്മുടെ സ്ട്രഗിൾസും നമ്മുടെ വേദനയും എല്ലാം ഒരിക്കലും അവസാനിക്കത്തില്ലെന്ന് തോന്നിയ സ്ഥാനത്തും നമ്മുടെ ഒരു ചെറിയ കരച്ചിൽ സകലത്തെയും ചേഞ്ച് ചെയ്തിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ അത് ഡെലിവറൻസ് കൊണ്ടുവന്നിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കറൻ്റ്ലി കുഞ്ഞെ, നീ ഏത് വിഷയത്തെ ഓർത്താണ് ഭാരപ്പെടുന്നത്? ദൈവത്തോട് പറ. ദൈവം നിനക്ക് റെസ്റ്റും കംഫർട്ടും തരും. എൻ്റെയൊക്കെ ജീവിതത്തിലെ ഇരുണ്ട ചില നിമിഷങ്ങളിൽ, ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ചില നിമിഷങ്ങളിൽ, ഇതിൽ നിന്ന് ഞാൻ പുറത്തു വരികയില്ല എന്ന് വിചാരിച്ച നിമിഷങ്ങളിൽ ഞാൻ വെൻ ഐ ആം ലോസ്റ്റ്, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ഞാൻ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി മാത്രമല്ല, അവൻ്റെ കെയറിന് വേണ്ടി ഐ പ്രേഡ് ഫോർ ഗോഡ്സ് ഗ്രേസ് ആൻഡ് കെയർ. എന്നിട്ട് എനിക്ക് അത് രണ്ടും പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ശ്രോതാക്കളോട് ഞാൻ ഉറപ്പായിട്ട് പറയുന്ന, ജസ്റ്റ് ക്രൈ ഓൺ ടു ദ ലോർഡ്. നിൻ്റെ മനസ്സിന് ഒരു റെസ്റ്റ് അവൻ തരും. നിൻ്റെ ഹൃദയത്തിന് അവൻ സമാധാനം തരും. ഉറപ്പുള്ള പാറമേൽ അവൻ നിർത്തും. അവൻ നിൻ്റെ രക്ഷയുടെ പാറയാണ്. അവൻ നിൻ്റെ വിടുതലിൻ്റെ പാറയാണ്. ദൈവമക്കളെ, ഈ നല്ല ദൈവത്തെ സേവിപ്പാനിടയായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യമല്ലേ? ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് തന്നു. എന്തിനാ തന്നത്? പ്രൈസ് ഗോഡ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ അവൻ മരിച്ചു. അവൻ നമുക്ക് നിത്യജീവനെയും തന്നു. ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 8. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയിൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. എത്ര നല്ല ദൈവമാണ്. പ്രൈസ് ഗോഡ്. ആ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ സാക്രിഫൈസായിട്ട് നമുക്ക് തന്നു. ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മനസ്സിലാക്കിയിട്ടുണ്ടോ? നിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ, ഏത് പ്രതികൂലം വന്നാലും നിന്നെ വെടിവെപ്പാൻ തക്കവണ്ണം അവൻ ഇറങ്ങി വരും. അതിന് തക്കവണ്ണം ഹല്ലേലൂയ നീ ഒന്ന് മനസ്സിലാക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ദൈവം നിന്നെ ഹല്ലേലൂയ കാണുന്നു, അറിയുന്നു, സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യാശ, നിത്യജീവനെക്കുറിച്ചുള്ളൊരു പ്രത്യാശ ദൈവം നമുക്ക് തരത്തില്ലേ? നാം എല്ലാവരും രക്ഷിക്കപ്പെടണം, നാം ആരും നശിച്ചു പോകരുതെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നാം ഹാപ്പി ആയിരിക്കണമെന്ന്, നാം ജോയ്ഫുൾ ആയിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പ്രത്യാശയും സമാധാനവും എല്ലാം നമ്മുടെ ഏറ്റവും ഹാർഡായിട്ടുള്ള സമയങ്ങളിൽ അവൻ നമുക്ക് തന്നിരിക്കും. പ്രൈസ് ഗോഡ്. ശത്രുവിന് ഒരു പവറും ഇല്ല കേട്ടോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ്റെ തോറ്റുപോകാത്ത, അവൻ്റെ നിർജീവമായ
ഹല്ലേലൂയ. ആ അവസ്ഥയിൽ നിന്ന് അവനെ ഉയർപ്പിച്ചവൻ്റെ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ള ആ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മുടെ ശരീരത്തെയും ജീവിപ്പിക്കുന്ന ഒരു വലിയ ദൈവം. അതുകൊണ്ട് യേശു കർത്താവിൽ വിശ്വസിക്കുക. അവനിൽ വിശ്വസിക്കുന്നവനൊക്കെ രക്ഷിക്കപ്പെടും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് സാത്താൻ പറയുന്ന എല്ലാ നുണകളെയും നീ എതിർത്ത് നിൽക്ക്. പ്രൈസ് ഗോഡ്. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. സാത്താൻ്റെ ഒരു അറ്റാക്സും നമ്മുടെ മേൽ ഫലിക്കത്തില്ല. പ്രൈസ് ഗോഡ്. ശത്രുവിൻ്റെ എല്ലാ അജണ്ടയും നുണയാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാം ബെറ്ററായിത്തീരും. ദൈവത്തിൻ്റെ പ്രോമിസസ് എല്ലാം സത്യമാണ്. നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ ഡിപ്രഷനും നമ്മുടെ സ്ട്രഗിളും നമ്മുടെ ആങ്കറും നമ്മുടെ അൺഹാപ്പിനെസ്സും എല്ലാം അവൻ തീർച്ചയായിട്ടും അവൻ മാറ്റും. ദൈവമക്കളെ ഓർത്തുകൊള്ളണേ, ഗോഡ്സ് ലവ് നെവർ ഫെയിൽസ്. യു ആർ സേവ്ഡ്. കണ്ണുകടയ്ക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നീ ഞങ്ങളെ നടത്തുന്ന വഴികൾക്കായി സ്തോത്രം. സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തന്നതിനാൽ സ്തോത്രം. ഞങ്ങൾ ശത്രുക്കളായിരിക്കുമ്പോൾ, പാപികളായിരിക്കുമ്പോൾ, ബലഹീനരായിരിക്കുമ്പോൾ ഞങ്ങളെ സ്നേഹിച്ച് നിൻ്റെ മക്കളാക്കി തീർത്തുവെങ്കിൽ ആ ദൈവത്തിൻ്റെ വലിയ നന്മയിൽ പാർപ്പാൻ, സന്തോഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.